രണ്ടാം ലോക യുദ്ധം. ആ രണ്ടാം ലോക യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ അണിനിരന്നു. അതാണ് ഇപ്പോൾ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് സോവിയറ്റ് യൂണിയൻ യുദ്ധം ചെയ്യാമെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് യുദ്ധം ചെയ്തുകൂടെ എന്ന് ചിലർ ചോദിക്കുകയാണ്. എന്നാൽ ചരിത്ര യാഥാർത്ഥ്യം എന്താണ്? രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഘട്ടത്തിൽ യുദ്ധമെന്ന് കേട്ട ഉടനെ ആഹാ യുദ്ധം വന്നേ എന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ ഓടിപ്പോയി യുദ്ധത്തിൽ ചേർന്നോ? ഇല്ല. പകരം എന്ത് ചെയ്തു? യുദ്ധത്തിന് ഞങ്ങളില്ല എന്ന നിലപാടാണ് സ്റ്റാലിന്റെ സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ചത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മൊളോട്ടോവ് റിബൻട്രോപ്പ് പാക്ട് 1939-ലാണ്. രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നത് 39-ലാണ്. ആ 39-ൽ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയുമായി ഏർപ്പെട്ടത് അനാക്രമണ സന്ധിയിലാണ്, സമാധാന കരാറിലാണ്. യുദ്ധം ചെയ്യാൻ പോവുകയല്ല. യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ, മനുഷ്യരെ കൊന്നൊടുക്കുന്ന യുദ്ധത്തോടൊപ്പം ഞങ്ങളില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ സോവിയറ്റ് യൂണിയന്റെ വിദേശകാര്യമന്ത്രി മൊളോട്ടോവും ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി റിബൻട്രോപ്പും ഒപ്പുവെച്ച സന്ധിയാണ് മൊളോട്ടോവ് റിബൻട്രോപ്പ് പാക്ട്. അതിന് മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. യുദ്ധത്തിനില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പിന്നെ എപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്? പിന്നീട് ഏറെ കഴിഞ്ഞ് ഒപ്പുവയ്ക്കപ്പെട്ട സമാധാന സന്ധിക്ക് പുല്ലുവില നൽകാതെ ജർമ്മനി, ഹിറ്റ്ലറുടെ ജർമ്മനി ഓപ്പറേഷൻ ബാർബറോസയുടെ പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നു. സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ, സോവിയറ്റ് ജനതയെ കൊന്നൊടുക്കിയപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന മഹത്തായ രാഷ്ട്രം ജർമ്മനിയുടെ അടിമരാജ്യമായി മാറേണ്ടി വരും എന്ന തോന്നലുണ്ടായപ്പോ രാഷ്ട്രത്തെ രക്ഷിക്കാൻ യുദ്ധമല്ലാതെ മറ്റു പോംവഴിയില്ല എന്ന ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. മറ്റൊരു മാർഗവും വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും സമാധാന സന്ധി ഒപ്പിടുകയും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയും അവസാനം സന്ധി ഏകപക്ഷീയമായി ലംഘിച്ച് രാഷ്ട്രം ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ മറ്റൊരു പോംവഴിയുമില്ലാതെ യുദ്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതമായ രാജ്യമാണ് സോവിയറ്റ്. യുദ്ധത്തിൽ പക്ഷേ ജയിച്ചു. ഹിറ്റ്ലറുടെ പാർലമെന്റിന്റെ മുകളിൽ അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത ചെമ്പതാക ഉയർത്താൻ റഷ്യൻ റെഡ് ഗാർഡുകൾക്ക് കഴിഞ്ഞു. സോവിയറ്റ് ചെമ്പടയുടെ മഹാമുന്നേറ്റത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലർ തന്റെ കാമുകിയെയും വളർത്തുനായെയും കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു. അതാണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ പരിസമാപ്തി. ജർമ്മനി പിടിച്ചടക്കി സോവിയറ്റ് സൈന്യം. പക്ഷെ നാം കാണണം, ലോകത്തിന്റെ മുന്നിൽ വിജയശ്രീലാളിതരായി ഹിറ്റ്ലറെ മുട്ടുകുത്തിച്ച, നാസിസത്തിന്റെ ശവമടക്കം നടത്തിയ റഷ്യൻ ചെമ്പടയുടെ പിൻബലത്തിൽ സോവിയറ്റ് യൂണിയൻ, ജോസഫ് സ്റ്റാലിൻ അടുത്തടുത്ത രാജ്യങ്ങളെ പിടിച്ചടക്കി അങ്ങ് മുന്നോട്ട് പോകണം എന്നാണോ തീരുമാനിച്ചത്? അല്ല, അവിടെ വെച്ച് അവസാനിപ്പിച്ചു. സോവിയറ്റ് യൂണിയൻ ഉടനടി ചെയ്തത് ഒരു ലോക സമാധാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. യുദ്ധാനന്തരം സമാധാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത രാജ്യത്തിന്റെ പേരാണ് സോവിയറ്റ് യൂണിയൻ. അത് സാർവദേശീയമായി തന്നെ കമ്മ്യൂണിസ്റ്റുകൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ്. അങ്ങനെയാണ് WPC നിലവിൽ വരുന്നത്, വേൾഡ് പീസ് കൗൺസിൽ, ലോക സമാധാന കൗൺസിൽ. ലോക സമാധാന കൗൺസിലിന്റെ ഭാഗമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സമാധാന പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സമാധാന പ്രസ്ഥാനമാണ് AIPSO, ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ. ഈ ഇരിക്കുന്ന അനിൽകുമാർ AIPSOയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സഖാവാണ്. നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം AIPSOയുടെ ഭാഗമാണ്. ലോക സമാധാനം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യത്തിന്റെ ആവിർഭാവം രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ നേടിയ മഹാവിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയൻ നൽകിയ സംഭാവനയാണ് മുദ്രാവാക്യം. ലോക സമാധാനം നീണാൾ വാഴട്ടെ. സമാധാനത്തിന് വേണ്ടിയാണ് നിലയുറപ്പിച്ചത്. സമാധാനമാണ് സ്വപ്നം. വേൾഡ് പീസ് കൗൺസിൽ അക്കാലത്ത് മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സാർവത്രിക നിരായുധീകരണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ ഉപേക്ഷിക്കണം. ശാശ്വത സമാധാനം ഉണ്ടാവണം. രാഷ്ട്രം രാഷ്ട്രത്തെയും മനുഷ്യൻ മനുഷ്യരെയും ചൂഷണം ചെയ്യാത്ത ഒരു ലോകക്രമം ഉണ്ടാവണം. അതാണ് സ്വപ്നം കണ്ടത്, സമാധാനം.
അപ്പൊ ചിലർ ചോദിക്കുകയാണ്, ശരി, മറ്റ് ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ യുദ്ധം പറ്റുമല്ലോ, ഇപ്പൊ ഇന്ത്യയും മറ്റ് ഗത്യന്തരമില്ലാതെയായി, അപ്പൊ നമുക്ക് യുദ്ധം ചെയ്തുകൂടെ? ഇതാര് പറയേണ്ടതാണ്? അത് ഇന്ത്യ പറയേണ്ടതാണ്. ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ സൈന്യം പറഞ്ഞോ? ഇല്ല. ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നു എന്നല്ല. ഇത് യുദ്ധമല്ല. പിന്നെയോ, തിരഞ്ഞെടുക്കപ്പെട്ട ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ നിയന്ത്രണാക്രമണം, ഞങ്ങൾ നടത്തിയത് ഭീകരാക്രമണത്തിനെതിരായ തിരിച്ചടിയാണ്, യുദ്ധമല്ല. ഇന്ത്യ അത്തരമൊരു ഘട്ടത്തിൽ എത്തിയിട്ടില്ല എന്ന് ഇന്ത്യ തന്നെയാണ് പറയുന്നത്. പാകിസ്ഥാൻ പറഞ്ഞോ ഞങ്ങളിതാ യുദ്ധം ചെയ്യാൻ പോവാണ്? ഇല്ല. പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ നടത്തിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ആ തിരിച്ചടിക്ക് മറുപടി എന്നോണം അവർ ചില സൈനിക നടപടി സ്വീകരിച്ചു, അവിടെ നിൽക്കുകയാണ്. പക്ഷെ ചാനലുകൾ യുദ്ധം പ്രഖ്യാപിച്ചു, യുദ്ധോന്മാദികളായ മനുഷ്യർ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം കൂടിയേ കഴിയൂ എന്ന നിലപാടിലേക്ക് അവരെത്തി. എന്താണ് യുദ്ധമെന്നറിയാത്ത ഒരു ജനതയെ യുദ്ധോന്മാദികളാക്കി മാറ്റുകയാണ്. ആ ഉന്മാദം എത്രമാത്രം സമനില തെറ്റി എന്നതിന്റെ തെളിവാണ് ഭരണകൂടത്തിന്റെ നിലപാടുകൾ അനുസരിച്ച് വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട ശമ്പളക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ, മിസ്ത്രി, അദ്ദേഹത്തിന് നേരെ തെറിയ വിഷയവും ഭീഷണിയും വന്ന അവസാനം സോഷ്യൽ മീഡിയ കൊണ്ട് പൂട്ടേണ്ടി വന്നു. എന്തിന്? അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം. അദ്ദേഹം തീരുമാനിച്ച യുദ്ധം ചെയ്യാനും പറ്റില്ല, ചെയ്യാതിരിക്കാനും പറ്റില്ല. ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സൈന്യമാണ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. ഇതൊക്കെ വിശദീകരിക്കാൻ ചുമതലപ്പെട്ട ഒരു സെക്രട്ടറിയാണ് ഒരു ശമ്പളക്കാരനായ ഒരു പാപ ഉദ്യോഗസ്ഥൻ. അയാൾ രാജ്യം വിട്ടു പോകേണ്ട സ്ഥിതിയിലെത്തി നിൽക്കുകയാണ്. സൈനിക നടപടികൾ വിശദീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു വനിതാ ഓഫീസർ, ആ വനിതാ ഓഫീസർക്കെതിരെ ഒരു മന്ത്രി ഇപ്പൊ ശബ്ദമുയർത്തി നിങ്ങൾ കണ്ടില്ലേ? ആ മന്ത്രിയുടെയും സമനില തെറ്റിയിരിക്കുക. യുദ്ധം എല്ലാ നന്മകളെയും കവർന്നെടുക്കും. യുദ്ധോന്മാദം മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ നന്മകളെയും കവർന്നെടുക്കും. മഹാനായ ലെനിൻ ചോദിക്കുന്നുണ്ട്, മാനവരാശിയെ മുച്ചൂടും മുടിക്കുന്ന മഹാദുരിതങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഈ യുദ്ധങ്ങൾ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നാം ലോക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലെനിൻ ചോദിക്കുന്ന ചോദ്യമാണ്. അതിനുവേണ്ടി കോടിക്കണക്കിന് പണം വിനിയോഗിക്കുന്ന രാജ്യങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ഇന്ന് അന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രസക്തിയുള്ളതാണ്. എന്തുകൊണ്ട്? ഇന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലുള്ള സ്ഥിതി എന്താണ്? പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും ആണവ രാജ്യങ്ങളാണ്. 1945 ശേഷം ഒരു ആണവായുധ പ്രയോഗം ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. ഭൂമിയെ 500 തവണ ചുട്ടുകരിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ആണവ രാഷ്ട്രങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് കണക്ക്. ഇതിനാണ് 500 വട്ടം ചുട്ടുകരിക്കേണ്ട കാര്യം. ഒറ്റ തവണ ചുട്ടുകരിച്ചാൽ എല്ലാം കഴിയും. ഏത്? ഭൂമി എന്ന ഈ ഗോളത്തിൽ അധിവസിക്കുന്ന സകല ചരാചരങ്ങളും ഭസ്മമായി പോകും. അങ്ങനെ 500 വട്ടം ഭസ്മാക്കാം. ഒരു വട്ടം ഭസ്മാക്കിയാൽ പിന്നെ ബാക്കി 499. അതാണ് യുദ്ധഭ്രാന്ത്. ഉപയോഗിക്കാൻ അല്ലെങ്കിലും ഉണ്ടാക്കി വെക്കുക. അപ്പൊ 500 തവണ ഭൂമിയെ ചുട്ടുകരിക്കാനുള്ള ആണവായുധങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്നാണ് പറയുന്നത്. അത് പ്രയോഗിക്കപ്പെട്ടാലോ ആരാണ് അവശേഷിക്കുക? ആരാണ് അവശേഷിക്കുക? ഇന്ത്യയിലും പാകിസ്ഥാനിലും രണ്ടു രാജ്യങ്ങളുടെ കൈവശവും ആണവായുധങ്ങളുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് ഒരു യുദ്ധം വളർന്നു വന്നാൽ ആരാണ് അവശേഷിക്കുക? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതിരിക്കുന്നത്? വിശ്രുതനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു, ഏറ്റവും ചിന്തോദ്ദീപകമായ അദ്ദേഹത്തിന്റെ ഒരു വാചകം ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു മൂന്നാം ലോക യുദ്ധത്തിൽ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടും എന്ന് എനിക്കിപ്പോൾ പറയാനാവില്ല, എനിക്കത് പ്രവചിക്കാനേ കഴിയില്ല. പക്ഷെ 4ാം ലോക യുദ്ധത്തിൽ ഏതായുധങ്ങളാണ് പ്രയോഗിക്കപ്പെടുക എന്ന് എനിക്ക് ഉറപ്പായും പ്രവചിക്കാൻ കഴിയും. അത് മറ്റൊന്നുമായിരിക്കുന്നില്ല, ആയിരിക്കില്ല. അത് കല്ലും കമ്പും ഒക്കെ ആയിരിക്കും. എന്താണ് അതിന്റെ അർത്ഥം? 2 ലോക യുദ്ധങ്ങൾ കണ്ടു. ഇനി 3ാമതൊരു യുദ്ധം അങ്ങനെ ഉണ്ടായാൽ അതിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങൾ എவ்விധമായിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ നാം ആർജിച്ച മഹാപുരോഗതിയുടെ ഭാഗമായി
ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ നിർമ്മിക്കപ്പെടും. ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ? നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഭസ്മമാക്കി കളയാൻ പറ്റുന്ന ആയുധങ്ങൾ. അപ്പൊ ഏത് തരത്തിലുള്ള ആയുധങ്ങളും പ്രയോഗിക്കപ്പെടും. അത് ഏതൊക്കെ തരത്തിലായിരിക്കുമെന്ന് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു 4ാം ലോക യുദ്ധം ഉണ്ടായാൽ എന്താ കാരണം? 3ാം ലോക യുദ്ധത്തോടെ കഴിഞ്ഞു, മനുഷ്യരാശി അസ്തമിച്ചു. പിന്നെ കോടാനുകോടി വർഷങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ് പുതിയ ജീവബിന്ദുക്കൾ മുളപൊട്ടി അതിൽ നിന്ന് പരിണാമ ചക്രങ്ങൾ പൂർത്തിയായി പുതിയ മനുഷ്യരുണ്ടായി വന്നാൽ അന്നുണ്ടാവുന്ന ഒരു യുദ്ധമായിരിക്കും 4ാം ലോക യുദ്ധം. അത് വളർച്ചയുടെ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്ന മനുഷ്യരെന്ന നിലയിൽ അമ്പും വില്ലും വടിയും കല്ലും ഒക്കെ ഉള്ള യുദ്ധമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നേ ഉള്ളൂ, ഇനി ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതോടെ മനുഷ്യരാശി അസ്തമിച്ചു പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വൻ ദുരന്തത്തിന്റെ മുന്നിലാണ് ലോകം നിൽക്കുന്നത്.